ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് ഹിന്ദി ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും സോഷ്യലിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരങ്ങൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ധൂപ് ആ ഗയി എന്ന കവിതയിലെ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്താണ്, ശരിയായ രീതിയിലല്ല, ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. അതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ അതെങ്ങനെ എഴുതേണ്ടത്, ഈ ഓർഡറിലാണ് വരിക. ആദ്യത്തേത് ധൂപ് ആ ഗയി സുബഹ സുബഹ കി, കലിയ പ്യാരി പ്യാരി മെഹക്കി, കലിയ ക്യാരി ക്യാരി മെഹക്കി, കലിയ ഇത്തിനി സാരി മെഹക്കി, ഹവ ബഹ രഹി ടണ്ടി ടണ്ടി. എഴുതേണ്ടത് ധൂപ് ആ ഗയി സുബഹ സുബഹ കി, കലിയ പ്യാരി പ്യാരി മെഹക്കി, കലിയ ക്യാരി ക്യാരി മെഹക്കി, കലിയ ഇത്തിനി സാരി മെഹക്കി. പിന്നെ ഈ ഒരു ലൈനും കൂടി വരുന്നുണ്ട്, ഹവ ബഹ രഹി ടണ്ടി ടണ്ടി കേട്ടോ. അപ്പോൾ ഈ 5 ലൈനും നിങ്ങൾ എഴുതുക. അടുത്ത എന്താണ്, ഗതിവിധി 2 ചിത്ര ദേക്കെ ഓർ പ്രശ്നോക്കെ ഉത്തർ ദേ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ ചിത്രമാണ്, ഒരു കിളിയുടെ ചിത്രമാണ് അല്ലേ. അപ്പോൾ ആ ചിത്രം നോക്കിയിട്ടാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. എന്താണ് ആദ്യത്തെ ചോദ്യം, യഹ് കിസ്കാ ചിത്ര ഹേ, ഇത് എന്തിൻ്റെ ചിത്രമാണ്, എന്തിൻ്റെയാണ്, പക്ഷിയുടെയാണ്. പക്ഷീനെ ഹിന്ദിയിൽ നമ്മൾ എന്താ പറയുക, ചിടിയ എന്നാണ് പറയുക അല്ലേ, ചിടിയ എന്നാണ് പറയുക. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ചിടിയ ആണ് ഉത്തരം വരുന്നത് കേട്ടോ. അപ്പോൾ അതെടുത്ത് എഴുതുക. അടുത്തത് എന്താണ്, ചിത്രക്കോ രംഗതേ എന്ന് പറയുന്നുണ്ട്. അതായത് ചിത്രത്തിന് കളർ കൊടുക്കാൻ. നമ്പർ കൊടുത്തത് കണ്ടോ, 1 കാലയാണ്, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ലെങ്കിൽ കറുപ്പ് കേട്ടോ. 2 ഹര എന്ന് പറഞ്ഞാൽ പച്ച ഗ്രീന്. 3 നീല എന്ന് പറഞ്ഞാൽ എന്താ, നീല കളർ ബ്ലൂ കളർ. 4ാമത്തത് വാലിൻ്റെ അറ്റത്ത് എന്താണ്, റെഡ് ചുവപ്പ് കളറാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കളറൊന്ന് കൊടുക്കുക. അടുത്തത് എന്താണ്, ഗതിവിധി 3 എന്താണ്, ചിത്ര ദേക്കെ ഓർ പ്രശ്നോക്കെ ഉത്തർ ദേ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, അത് നോക്കിയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടി വീടിൻ്റെ മുറ്റത്തുണ്ട്, പൂക്കളുണ്ട്, കുട്ടിയുടെ അടുത്തൊരു നായക്കുട്ടി നിൽക്കുന്നുണ്ട്, ഒരു മരത്തിൻ്റെ മുകളിൽ ആരിയ്ക്കുന്നുണ്ട്, ഒരു കിളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. കുത്ത കഹാ ഹേ, എവിടെയാണ് പട്ടി നിൽക്കുന്നത്, കുത്ത ഘർ കെ ബാഹർ ഹേ, എവിടെയാണ്, വീടിന് പുറത്താണ് നിൽക്കുന്നത്. പൗധേ മേ ക്യാ ഹേ, പൗധ എന്ന് പറഞ്ഞാൽ എന്താ, ചെടി. ചെടിയിൽ എന്താണുള്ളത്, പൗധേ മേ ഫൂൽ ഹേ, ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താ, ചെടിയിൽ പൂക്കളാണ് ഉള്ളത് അല്ലേ. ലഡ്ക്കി കഹാ ഹേ, ലഡ്ക്കി ആ പെൺകുട്ടി എവിടെയാണ് നിൽക്കുന്നത്, ലഡ്ക്കി ബഗീച്ചേ മേ ഹേ, എവിടെയാണ് ആ പെൺകുട്ടി, ബഗീച്ച ഗാർഡൻ പൂന്തോട്ടത്തിലാണ്. നദീ മേ ക്യാ ഹേ, നദിയിൽ എന്താണുള്ളത്, നദീ മേ മച്ഛലി ഹേ, നദിയിൽ എന്താണ്, മച്ഛലി മീനാണ് ഉള്ളത്. ചിടിയ കഹാ ഹേ, ചിടിയ എവിടെയാണുള്ളത്, ചിടിയ പേട് പർ ഹേ, ചിടിയ എവിടെയാണുള്ളത്, ചിടിയ പേട് പർ ഹേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. കുത്ത ഘർ കെ ബാഹർ ഹേ, പൗധേ മേ ഫൂൽ ഹേ, ലഡ്ക്കി ബഗീച്ചേ മേ ഹേ, നദി മേ മച്ഛലി ഹേ, ചിടിയ പേട് പർ ഹേ. ഓക്കെ. അടുത്തത് എന്താണ്, അടുത്തത് ഗതിവിധി 4 അവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, കവിത ക്രം സേ ലിഖേ അല്ലേ, ഓർഡറിൽ കവിത എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക്, അപ്പോൾ ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. നോക്കാം നമുക്ക്. എഴുതേണ്ടത് നീതു കാത്ത പില്ല ഏക്, ബദൻ പേ ഉസ്കെ രുവേ അനേക്, ചോട്ടി ടാങ്കെ ലംബി പൂച്ച്, ഭൂരി ദാടി കാലി മൂഞ്ച്, മക്കി സേ വഹ് ലടുത്താ ഥാ, കടേ കടേ ഗിർ പടുത്താ ഥാ കേട്ടോ. ഈ 6 ലൈനും നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. ഗതിവിധി 5-ാമത്തെയാണത്. ചിത്രോം കെ അനുസാർ വാക്യലിക്കെ, ചിത്രങ്ങൾക്കനുസരിച്ച് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ടോമി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ, ആ നായക്കുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ആദ്യത്തെ പിക്ചർ എന്താ കാണിക്കുന്നത്, ആദ്യത്തെ എന്താ, ആ നായക്കുട്ടി ആ ഈച്ചേനായിട്ട് തല്ലൂടുകയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തേത് ടോമിക്കോ മക്കി സേ ലഡ്ന പസന്ത് ഹേ, മക്കി സേ ലഡ്ന എന്ന് എഴുതുക. രണ്ടാമത്തെ എന്താണ്, അത് ഫാൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടോമിക്കോ പങ്കേ കെ നീച്ചെ സോന പസന്ത് ഹേ, ഫാൻ്റെ അടിയിൽ കിടന്നുറങ്ങാൻ ഇഷ്ടമാണ്. അടുത്ത എന്താണ്, ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. അപ്പോൾ ടോമിക്കോ ബിസ്കൂട്ട് ഖാന പസന്ത് ഹേ, അത് കൊടുക്കുക. പിന്നെ അടുത്തത് എന്താണ്, നീതു കളിക്കുകയാണ് അല്ലേ അതിൻ്റെ കൂടെ. അപ്പോൾ നീതുക്ക് സാത്ത് ഖേൽന പസന്ത് ഹേ, ടോമിക്ക് നീതുവിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അടുത്തത് എന്താണ്, ടോമിക്കോ കിതാബ് പഠന, പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ ടോമിക്കോ കിതാബ് പഠന പസന്ത് ഹേ.
അടുത്ത എന്താണ്? ചിത്ര പഹചാനെ ഓർ ശബ്ദ ലിഖിയ അല്ലേ? ചിത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് എഴുതാൻ പറയുന്നുണ്ട്. ആദ്യത്തെ ഒരു ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റയുടെ പിക്ചറാണ്. അതിനെ നമ്മൾ എന്താ പറയുക? തിത്തിലി എന്നാണ് പറയുക, തിത്തിലി. രണ്ടാമത്തത് ആനയുടെ പിക്ചറാണ്. ആനേനെ നമ്മൾ എന്ത് പറയും? ആനേനെ നമ്മൾ ഹാത്തി എന്നാണ് പറയുക കേട്ടോ, ഹാത്തി എന്നാണ് പറയുക. മൂന്നാമത്തത് ഒരു ഫ്ലവർ ബഡ് അല്ലേ, ഒരു പൂമൊട്ടിൻ്റെ പിക്ചറാണ്. അതിനെ നമ്മൾ എന്ത് പറയും? കലി എന്നാണ് പറയുക. നാലാമത്തത് സൂര്യൻ്റെ പിക്ചറാണ്. അതിന് സൂരജ് എന്നാണ് പറയുക. അഞ്ചാമത്തത് ക്ലൗഡ്സ്, മേഘങ്ങളുടെ പിക്ചറാണ്. അതിനെ നമ്മൾ ബാദൽ എന്നാണ് പറയുക കേട്ടോ, ബാദൽ. എഴുതേണ്ടത് ഇങ്ങനെ എഴുതുക: തിത്തിലി, ഹാത്തി, കലി, സൂരജ്, ബാദൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്